കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് BG LA 135 BCom ജിയുടെ ഒരു മെയിൻ പേപ്പർ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് BG LA 135 ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ് എന്നുള്ളത്. സോ ഈ ഒരു സബ്ജക്ട് നിങ്ങൾ എങ്ങനെയാണ് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സബ്ജക്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിന്റെ ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ എക്സാം പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും അതുപോലെ തന്നെ ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നായിരിക്കും ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ കൃത്യമായ രീതിയിൽ നമ്മൾ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒട്ടും പാനിക് ആവാതെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലേക്കായിട്ടുള്ള രീതിയിലേക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഹൗ ടു യൂസ് ദിസ് ഡെസ്ക് എന്നുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളിൽ പല കാറ്റഗറി ഓഫ് ലേണേഴ്സ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ, അതായത് നമ്മളിപ്പം സ്റ്റഡീസ് നോക്കി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലേണേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ മാക്സിമം സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ സ്റ്റേജസിൽ നിൽക്കുന്ന ലേണേഴ്സ് ഉണ്ടാവാം. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഈ ഒരു ഡോക്യുമെന്റ് യൂസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 7 days ടു എക്സാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായ Day 1 and Day 2 എന്നുള്ള രീതിയിലേക്ക് ഒരു 1 to 2 daysന്റെ ഉള്ളിൽ കൃത്യമായ രീതിയിൽ നമുക്കിപ്പം തന്നിട്ടുള്ള ഈ ഒരു സെഷനിൽ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹൈ ഈൽഡ് മാപ്പ് കാറ്റഗറിയിൽ വരുന്ന ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു പാസ് മാർക്ക് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ 3 days ടു എക്സാം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ Day 1ലേക്ക് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന ഏതായിരിക്കണം 3 to 4 എന്നുള്ള രീതിയിലേക്ക് സെക്ഷൻസ് 3 and Section 4 തന്നിട്ടുള്ള കൃത്യമായ രീതിയിൽ തന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ വേയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം മെമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ സ്ട്രക്ചേഴ്സിനെ മനസ്സിലാക്കി പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് 24 hours ഈ ഒരു ഡോക്യുമെന്റ് യൂസ് ചെയ്യേണ്ടത് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും എക്സാക്ട്ലി എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് യൂസ് ചെയ്ത് പോകാവുന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. സോ ഫസ്റ്റ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു സബ്ജക്റ്റിന്റെ എക്സാം എന്ന് പറയുന്നത് 100 മാർക്സിലായിരിക്കും. 3 hours ആണ് നമുക്ക് അവൈലബിൾ ആവുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത്. യൂഷ്വലി 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരാറുള്ളത്. ഈച്ച് ഹാവിംഗ് 20 മാർക്സ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഇതില് ഓരോ ക്വസ്റ്റ്യൻസും ഈ പറയുന്ന പോലെ തന്നെ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ വൊക്കാബുലറി, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ, അതുപോലെ തന്നെ അനോണിംസ്, സിനോണിംസ് ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് 300 to 350 വേർഡ്സ് രീതിയിൽ എഴുതാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഗ്രാമർ പാർട്ടിൽ നിന്നും, അതായത് പ്രൊപ്പോസിഷൻസ്, ആർട്ടിക്കിൾസ് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മോഡൽസ്, വേർബ്സ്, കണ്ടീഷണൽസ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ഒരു എക്സാം പേപ്പർ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു
ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എത്ര പെർസെന്റേജ് ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് റീഡിംഗ് കോംപ്രഹെൻഷൻ നോക്കുകയാണെങ്കിൽ 25% ആണ്. അതുപോലെ തന്നെ 25% ഓഫ് നമുക്ക് സാധ്യതയുള്ളതാണ് ഗ്രാമർ ഡ്രിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 20% ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് കാറ്റഗറി ആയിരിക്കും. 15% ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വൊക്കാബ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡയലോഗ് അല്ലെങ്കിൽ ഡയറി സ്പീച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ ഇനി നോക്കുന്നത് ഹൈ ഈൽഡ് സിലബസ് മാപ്പ് എന്നുള്ള രീതിയിലേക്കാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു 3 ടയർ സിസ്റ്റം ആണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 3 ടയർ സിസ്റ്റത്തിലേക്ക് നോക്കുന്ന സമയത്ത് 3 സ്റ്റാർ റേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സുകൾ നമ്മൾ ഹൈ ഈൽഡ് ആയിട്ടും 2 സ്റ്റാർ റേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ടോപ്പിക്സുകൾ മീഡിയം ഈൽഡ് എന്നുള്ള രീതിയിലും 1 സ്റ്റാർ റേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലോ ഈൽഡ് എന്നുള്ള രീതിയിലുമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു കാറ്റഗറൈസേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ ബ്ലോക്ക് 1-ൽ 4 യൂണിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ഈ ഒരു 4 യൂണിറ്റ്സ് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 2 to 4 എന്നുള്ള രീതിയിൽ യൂണിറ്റ് 2, 3, 4 3 യൂണിറ്റ്സുകളും നമുക്കൊരു 2 സ്റ്റാർ റേറ്റഡ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന യൂണിറ്റ്സുകളാണ്. എങ്കിൽ കമ്പാരിറ്റീവ്ലി ലോവർ പ്രയോറിറ്റി നമ്മൾ കൊടുത്തു പോയത് യൂണിറ്റ് 1 ആണ്, ബിക്കോസ് അത് 1 സ്റ്റാർ റേറ്റഡ് ആണ്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുന്ന സമയത്ത് 4 യൂണിറ്റ്സുകളാണ് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് യൂണിറ്റ് 1 ആണ്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ദാറ്റ് ഇസ് സൈലന്റ് ലെറ്റേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് ആണ്. 3 സ്റ്റാർ റേറ്റഡ് ആണ്. ബാക്കി ബാലൻസ് 3 യൂണിറ്റ്സുകൾ നോക്കുവാണെങ്കിലും 2 സ്റ്റാർ റേറ്റഡ് ആണ്. ദെൻ ബ്ലോക്ക് 3ലേക്ക് വരുന്ന സമയത്ത് അഗെയിൻ 4 യൂണിറ്റ്സുകളാണ് വരുന്നത്. ഇതിൽ യൂണിറ്റ് 1ഉം അതുപോലെ തന്നെ യൂണിറ്റ് 3, ദാറ്റ് ഇസ് ദ മീഡിയ ന്യൂസ് നെറ്റ്വർക്കിംഗ് സൈറ്റ്സും അതുപോലെ തന്നെ പീപ്പിൾ അറ്റ് വർക്ക്, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, ഫ്രേസൽ വെർബ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് 3 സ്റ്റാർ റേറ്റഡ് ആണ്. ദെൻ യൂണിറ്റ് 2 and 4ലേക്ക് നോക്കുകയാണെങ്കിൽ 2 സ്റ്റാർ റേറ്റഡ് ആയിട്ട് വരുന്ന യൂണിറ്റ്സുകളാണ്. ദെൻ ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് അഗെയിൻ 4 യൂണിറ്റ്സുകളാണ് വരുന്നത്. ഇതിൽ യൂണിറ്റ് 1 ഒഴികെ ബാക്കി 2, 3, 4 യൂണിറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്, ബിക്കോസ് അത് 3 സ്റ്റാർ റേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബ്ലോക്ക് 4ലെ യൂണിറ്റ് 1 മാത്രമാണ് 2 സ്റ്റാർ റേറ്റഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഹീറ്റ് മാപ്പിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇവിടെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ഇതിൽ നിന്നും ഒരു യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ എന്നുള്ള രീതിയിലേക്ക് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് സ്പീച്ച് അല്ലെങ്കിൽ യങ് ലീഡേഴ്സ്, അതായത് ബ്ലോക്ക് 4 യൂണിറ്റ് 3യിൽ നിന്നുള്ള സ്പീച്ച്, യങ് ലീഡേഴ്സ് എന്ന ടോപ്പിക്സ് തന്നെയാണ്. ദെൻ അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഡയറി എൻട്രീസ്, ദാറ്റ് ഇസ് ബ്ലോക്ക് 4 യൂണിറ്റ് 2ൽ നിന്നുള്ള ഭാഗങ്ങളാണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 4ൽ നിന്നുള്ള ഡയലോഗ് വിത്ത് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലുള്ള വരുന്ന കാറ്റഗറി ടൈപ്പ് ഓഫ് ടോപ്പിക്സ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 1ൽ നിന്നുള്ള മീഡിയ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്നുള്ളതും. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 3യിലേക്ക് നോക്കുകയാണെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻസും ഫ്രേസൽ വെർബ്സുമാണ് നമുക്ക് ഈ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. സോ ഈ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം. ദെൻ നമ്മൾ ഇനി നോക്കുന്നത് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അതായത് ഹൈ പ്രോബബിലിറ്റി ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, സൈലന്റ് ലെറ്റേഴ്സ് എന്നുള്ള ഭാഗത്ത് നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിക്ക് ഔട്ട് 5 വേർഡ്സ് വിത്ത് സൈലന്റ് ലെറ്റർ ഫ്രം ദ ലിസ്റ്റ് ഗിവൺ. നമുക്കൊരു ലിസ്റ്റ് അവൈലബിൾ ആവുന്നുണ്ടാവും. അതിൽ നിന്നും സൈലന്റ് ലെറ്റേഴ്സിന്റെ വേർഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറയാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് യുവർ ഫേവറേറ്റ് മെമ്മറി അസോസിയേറ്റ് വിത്ത് യുവർ ഫാമിലി, പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ്. നമ്മുടെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ ദ മീഡിയ ന്യൂസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിന്നും അഗെയിൻ 2 ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഇസ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് യുവർ ഫേവറേറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ് ഏതാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെലിവിഷൻ ഇൻ യങ് പീപ്പിളിന് ഇടയിലുള്ള ടെലിവിഷന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ മേക്ക് പീസ് നോട്ട് വാർ എന്നുള്ള ഭാഗത്ത് നിന്നും ഡയറി എൻട്രീസ്, ക്ലൈമറ്റ് എന്നുള്ള ഭാഗത്ത് നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, ദാറ്റ് ഇസ് 7 or 8 ഡയറി എൻട്രീസ്
എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഹൈലൈറ്റിംഗ് എ സിഗ്നിഫിക്കന്റ് അച്ചീവ്മെന്റ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇവന്റിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ഡേഞ്ചേഴ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ യങ് ലീഡേഴ്സ് സ്പീച്ച് ആൻഡ് ബയോഗ്രഫിക്കൽ പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് അഗെയിൻ വരുന്നത്. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഷുഡ് ബി ക്വാളിറ്റീസ് ഓഫ് യങ് ലീഡർ ടുഡേ, ഒരു ലീഡറുടെ ക്വാളിറ്റി എന്താണെന്നുള്ളതും റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ യങ് ലീഡേഴ്സ് എന്നുള്ളതുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് എ സ്പീച്ച് ഓൺ കോളേജ് ഒക്കേഷൻ, അതായത് ഒരു കോളേജ് ഒക്കേഷനിൽ വരുന്ന ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അത് കൾച്ചറൽ ഫെസ്റ്റ് ആവാം, ഓറിയന്റേഷൻ ഡേ ആവാം, ടീച്ചേഴ്സ് ഡേ ആവാം, പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും നമ്മളോട് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡൂയിങ് എവേ വിത്ത് എക്സാംസ്, അതായത് കൗൺസിലർ, ഡയലോഗ്, സബോർഡിനേറ്റ് ക്ലോസ് എന്നുള്ള ഭാഗത്ത് നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഇസ് ഡയലോഗ് ബിറ്റ്വീൻ കൗൺസിലർ ആൻഡ് യുവർ സെൽഫ് എന്നുള്ള രീതിയിൽ അബൌട്ട് ഹൗ ടു അപ്പിയർ ഫോർ എക്സാമിനേഷൻ വിത്ത് കോൺഫിഡൻസ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മെന്ററുമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ആ ഒരു കൗൺസിലർ, അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ, ആ ഒരു വേർഡ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ എക്സാം കോൺഫിഡൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ആ ഒരു കോൺവെർസേഷൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗെയിൻ ഷോർട്ട് നോട്ട് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് എക്സാമിനേഷൻസ് ഓർ ഡൂയിങ് എവേ വിത്ത് എക്സാംസ് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ഷോർട്ട് നോട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ സോഷ്യൽ സ്മോൾ ടോക്ക് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ട് നോട്ട് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. എന്താണ് സോഷ്യൽ സ്മോൾ ടോക്ക് എന്നുള്ളത് ഒരു 300 to 350 വേർഡ്സിൽ പ്രസന്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ബോഡി ലാംഗ്വേജിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ബോഡി ലാംഗ്വേജസിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക ഇൻ 300 to 350 വേർഡ്സ് തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ദെൻ ഡെയിലി ഇവന്റ്സ്, ഡിസ്ക്രൈബിംഗ് ഡെയിലി ഇവന്റ്സ് എന്നുള്ളത്, അതായത് ടൈം മാനേജ്മെന്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗത്ത് നിന്നും എന്തുകൊണ്ടാണ് നമുക്ക് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കിടയിൽ എന്തുകൊണ്ടാണ് ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്നത്, അതിനെ കുറിച്ച് ടിപ്സ് പ്രൊവൈഡ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാവാം മേ ബി അല്ലെ. ദെൻ അടുത്തത് എന്ന് പറയുന്നത് പബ്ലിക് സർവീസസ് ടെലിഫോൺ ഹെൽപ്പ് ലൈൻസിന്റെ ഭാഗത്ത് നിന്നും ഷോർട്ട് നോട്ട് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ടെലിഫോൺ ഹെൽപ്പ് ലൈൻ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നും. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ദെൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലാൻഡ് എന്നുള്ള ഭാഗത്ത് നിന്നും ഷോർട്ട് നോട്ട് തന്നെയാണ് അഗെയിൻ ചോദിക്കുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഓഫ് തായ്ലാൻഡ്സിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾസോ ആൻ ഇൻട്രസ്റ്റിംഗ് മാർക്കറ്റ് പ്ലേസ് യു ഹാവ് വിസിറ്റഡ് എന്നുള്ളത് കൂടി നമ്മൾ പ്രാക്ടിക്കലി നമ്മളോട് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളോട് കൂടി തന്നെയാണ് അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രെഡിക്റ്റീവ് സെറ്റ്സിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് പ്രോപ്പർലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് 2 സെറ്റ്സ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവുക. പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി എന്നുള്ള രീതിയിൽ. പ്രാക്ടീസ് സെറ്റ് എ നോക്കുകയാണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി പേപ്പർ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണോ ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. 3 hours എന്നുള്ള രീതിയിലും അറ്റംപ്റ്റ് 25 എന്നുള്ള രീതിയിലുമാണ്. ഈച്ച് ഹാവിംഗ് 20 മാർക്സ് ഈച്ച് എന്നുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ദ ഫോളോവിംഗ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ എന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ള പാസേജിൽ നിന്നും കൃത്യമായ രീതിയിൽ നമ്മൾ റീഡ് ചെയ്ത് നമുക്ക് അവൈലബിൾ ആവുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതി പോകാനാണ് നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ്. എനി ഓഫ് 2 എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് നമ്മൾ എപ്പോഴും ഒരു 300 to 350 വേർഡ്സ് ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈച്ച് ഹാവിംഗ് 10 മാർക്സ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ ഷോർട്ട് നോട്ട്സ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് ബുക്സ് ഇൻ ഡിജിറ്റൽ ഏജ്, അതുപോലെ തന്നെ റോൾ ഓഫ് യങ് ലീഡേഴ്സ് ഇൻ ബിൽഡിംഗ് ബെറ്റർ സൊസൈറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് അവർ ഡെയിലി ചോയ്സസ്, ബോഡി ലാംഗ്വേജസ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻസ്, ദെൻ സ്മെൽ ഓഫ് എ ഫുഡ് ആൻഡ് മെമ്മറീസ് ഇറ്റ് ബ്രിങ്സ്. ഇത്രയും ടോപ്പിക്സിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്ത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രൊപ്പോസിഷൻസ്. നമ്മൾ ഏത് പ്രൊപ്പോസിഷൻസ് ആണ് ആ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ 5 മാർക്സിനായിരിക്കും ആ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് 5 മാർക്സ് ഈച്ച് എന്നുള്ള രീതിയിലായിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ആ പ്രിപ്പോസിഷൻസിന്റെ യൂസേജ് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുക. വിൽ, വുഡ്, മേ, മൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡെഫിനീഷൻസ് ആണ്. റൈറ്റ് ഡെഫിനീഷൻസ് എക്സ്പ്ലെയിനിങ് ദ ടൈപ്പ് ഓഫ് ജോബ് ഈച്ച് പേഴ്സൺ ഡസ് എന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സിവിൽ സർവന്റ്, ചീഫ് സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ, സോഷ്യൽ മീഡിയ മാനേജർ. ഇതെല്ലാം തന്നെ എന്താണ് 10 മാർക്സിനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഡെഫിനീഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ജോബ് ഡെഫിനീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അടുത്ത ഇതിന്റെ തന്നെ സബ്പാർട്ട് ആയിട്ട് നമുക്ക് വരുന്നതാണ് 2 അഡ്ജക്റ്റീവ്സ് ആണ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നത്. എ ടീച്ചർ, എ സൺറൈസ്, എ സിറ്റി, എ മദർ, എ ജേർണി. ഇതിൽ നിന്നും നമുക്ക് 2 അഡ്ജക്റ്റീവ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. 5th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡയലോഗ് കാറ്റഗറി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എ ഡയലോഗ് ബിറ്റ്വീൻ കൗൺസിലർ ആൻഡ് സ്റ്റുഡന്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ആ ഒരു എക്സാം കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സാം സ്ട്രെസ് നമ്മൾ കുറയ്ക്കുന്നതിനായിട്ട് ഏത് രീതിയിലായിരിക്കും അവിടെ ഒരു കോൺവെർസേഷൻ വരുന്നത് എന്നുള്ളത് ഒരു 10 മാർക്സിനായിരിക്കും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഒരു 15 മാർക്സിനായിരിക്കും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ദെൻ ഇതിന്റെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ് 8 ഡയറി എൻട്രീസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത നമ്മുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഇവന്റിനെ കുറിച്ചുള്ള ഒരു ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതൊരു 15 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ സെറ്റ് ബിയിലേക്ക് വരുന്ന സമയത്ത് എഗെയിൻ നമുക്കൊരു പാരഗ്രാഫ് അവൈലബിൾ ആവുകയും അതിന്റെ ആൻസർ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എഗെയിൻ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇക്വിറ്റി ഇൻ ഡെയിലി ലൈഫ്, അതുപോലെ ഇക്വിറ്റി ഇൻ ഡെയിലി ലൈഫ്, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് ഫോർ കോളേജ് സ്റ്റുഡൻസ്. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ടെലിഫോൺ ഹെൽപ്പ് ലൈൻസ്, ദെൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലാൻഡ്, കൾച്ചറൽ വണ്ടർ, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ടെലിവിഷൻ ഓൺ യങ് പീപ്പിൾ. ഇതിൽ ഏതെങ്കിലും 2 ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കണം നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ഓർ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഗെയിൻ പ്രിപ്പോസിഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഫില്ലിംഗ് ബ്ലാങ്ക്സ് തന്നെയാണ് നമുക്ക് എന്തായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു സെറ്റ് ബിയിൽ നമുക്ക് തന്നിട്ടുള്ളത്. സെറ്റ് ബിയുടെ 4th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇമാജിനറി ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇമാജിൻ യു ആർ ന്യൂലി ഇലക്ടഡ് ജനറൽ സെക്രട്ടറി ഓഫ് യുവർ കോളേജ് കൗൺസിൽ, ഡ്രാഫ്റ്റ് എ സ്പീച്ച് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓറിയന്റേഷൻ ഡേ ആണ്. ആ ഒരു കോളേജിന്റെ ഓറിയന്റേഷൻ ഡേയിൽ നിങ്ങൾ ന്യൂലി സെലക്ടഡ് ആയിട്ടുള്ള ജനറൽ സെക്രട്ടറി ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ഒരു സ്പീച്ച് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വെർ യു ഔട്ട്ലൈൻ യുവർ വിഷൻ ഫോർ ദ ഇയർ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് യൂണിറ്റി എമംഗ് സ്റ്റുഡൻസ് ആൻഡ് യുവർ കമ്മിറ്റ്മെന്റ് ടു വെൽഫെയർ ഓഫ് ദ കോളേജ് കമ്മ്യൂണിറ്റി. ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ അനദർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ സെറ്റ് എയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയലോഗ് ക്വസ്റ്റ്യൻ അഥവാ കോൺവെർസേഷൻ തന്നെയാണ്. ബിറ്റ്വീൻ 2 ഫ്രണ്ട്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കുറച്ചുകൂടി ഇൻഫോർമൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഫ്രണ്ട്സ് പ്ലാനിങ് എ വെക്കേഷൻ എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ഡെസ്റ്റിനേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, വാട്ട് ടു പാക്ക് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫ്രെയിം 10 ടേൺസ് ഈച്ച് എന്നുള്ള രീതിയിലാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു 15 മാർക്സിനായിരിക്കും നമുക്കിത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. എഗെയിൻ ഇതിന്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കുന്നത് asked to interview an environmental activist for your college journal. നമ്മുടെ ഒരു കോളേജ് ജേർണൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇന്റർവ്യൂവർ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത് ആ ഒരു കോൺവെർസേഷൻ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. എൻവയോൺമെന്റൽ ആക്ടിവിറ്റിസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യുന്നത്. സോ അദ്ദേഹത്തെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ വർക്കും അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്റ്റും പ്രോപ്പറായിട്ട് എങ്ങനെ അദ്ദേഹത്തിന്റെ വർക്ക് കമ്മ്യൂണിറ്റിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് നമ്മുടെ ആ ഒരു കോൺവെർസേഷനിൽ വരണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. സോ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്, കൃത്യമായ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നമുക്ക് ഇതിന്റെ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു എക്സാം ആൻസേഴ്സ് നമുക്ക് ഉണ്ടല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പാസ് മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. സോ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും ദെൻ അതിനുശേഷം ബോഡി പാർട്ട് ദെൻ കൺക്ലൂഷൻ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഇൻട്രൊഡക്ഷൻ ഒരു 2-3 സെന്റൻസ് ആയിരിക്കണം.
ബോഡി പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു 4 to 6 സെന്റൻസും ദെൻ കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് അഗെയിൻ 2 to 3 സെന്റൻസ് ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫോർമാറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, ആ ഒരു തിയറി എന്താണെന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കണം, ഹൂ വെൻ വാട്ട് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ അതിന്റെ കോർ കൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഓൾസോ അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതും അതിന്റെ ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ നമുക്ക് എപ്പോഴും വരുന്നൊരു കൺഫ്യൂഷൻ ആണ്, നമ്മളോട് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. ഡിസ്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. സോ അവിടെ നമ്മളൊരു ഇൻഡീപ്പ് ആയിട്ടുള്ള ഒരു എന്താവശ്യമില്ല, പോയിന്റ് ബൈ പോയിന്റ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസിന്റെ ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ബട്ട് എക്സ്പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് ഓരോ കമ്പോണൻസിനെയും നമ്മൾ ഇൻ ബ്രേക്ക് ആയിട്ടുള്ള രീതിയിൽ കൃത്യമായ രീതിയിൽ എഗെയിൻ ആൻഡ് എഗെയിൻ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മുടെ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്, നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. നമുക്കറിയാം ഒരു 3 hours നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യുന്നത് വരുന്നത്. സോ ആദ്യത്തെ 5 minutes എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കെയർഫുള്ളി റീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ദെൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഈച്ച് ക്വസ്റ്റ്യൻസിനും നമ്മളൊരു 30 minutes എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രോപ്പർ ആയിട്ട് അതിന്റെ ആൻസർ ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഓരോ 6 minutes നമ്മൾ ആ ഒരു 30 minutes ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓരോ 6 minutes ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായ രീതിയിലാണോ ആ ഒരു ആൻസർ എഴുതിയിട്ടുള്ളത്, അതിന്റെ മിസ്സിംഗ് വേർഡ്സ് എന്തൊക്കെയാണ്, കറക്ഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതൊക്കെ ഈ ഒരു 6 minutes എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. ദെൻ ലാസ്റ്റ് 15 minutes എന്ന് പറയുന്നത് ഒരു ഓവറോൾ റിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ സ്മോൾ കറക്ഷൻസ് മാത്രമായിരിക്കും വരുത്തേണ്ടത്, ഒരിക്കലും ഇത് റീറൈറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകാനായിട്ട് പാടില്ല. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നിങ്ങളൊരു ലേൺ വൈസ് ലേണർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. സോ കൃത്യമായ രീതിയിൽ നമ്മുടെ പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് ബിയുടെ മോഡൽ ആൻസേഴ്സ്, അതുപോലെ തന്നെ PYQയുടെ ബുക്ക്ലെറ്റ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ബുക്ക്ലെറ്റ് വിത്ത് ആൻസേഴ്സ് ബ്ലൂ പ്രിന്റ്, അതുപോലെ തന്നെ ഈ ഒരു ആൻസർ പ്രസന്റേഷൻ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതും എക്സാം സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ മനസ്സിലാക്കി തരുന്നതിനുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ കൃത്യമായ രീതിയിൽ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ലേൺ വൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ലേൺ വൈസ് ലേണർ അല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോളോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് അവൈലബിൾ ആവുന്നുണ്ടാവും. സോ നിങ്ങളൊരു ലേൺ വൈസ് ലേണർ ആണ് അല്ലെങ്കിൽ ലേൺ വൈസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് അവൈലബിൾ ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പ്രാക്ടീസ് സെറ്റ്സിന്റെ ആൻസേഴ്സ്, അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സിന്റെയും PYQE ബുക്ക്ലെറ്റ് വിത്ത് ആൻസർ ഗൈഡ് ബുക്സ് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. അതുപോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ഏരിയാസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടി തന്നെ, അതായത് നിങ്ങളുടെ പേഴ്സണൽ മെന്ററുടെ ഗൈഡൻസോട് കൂടി തന്നെ അതെങ്ങനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവൈലബിലിറ്റി അല്ലെങ്കിൽ ഒരു നോളജ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നു. ആൻഡ് ഓൾസോ കൃത്യമായ രീതിയിലുള്ള ഒരു ലേണിംഗ് എക്കോ സിസ്റ്റം ആയിരിക്കും നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ അതിലേക്ക് എൻറോൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ ഹൗ ടു ജോയിൻ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 7592939616 ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് ഷെയർ ചെയ്താൽ മതിയാവും. അവർ ടീം വിൽ ഗൈഡ് യു ത്രൂ enrollment and help you to plan your preparation. All the best for your exam. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.